നമസ്കാരം. ഇന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 80 മുതൽ 87 വരെയുള്ള ഭാഗങ്ങൾ ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് അഥവാ വിവാഹവുമായി ബന്ധപ്പെട്ട ഒഫൻസുകളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അതായത് സെക്ഷൻ 80 മുതൽ 87 വരെയാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ പഴയ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം. അത് 1/7/2024 മുതൽ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത അഥവാ BNS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അപ്പോൾ 1/7/2024 മുതൽ നടക്കുന്ന എല്ലാ ഒഫൻസുകളും അതിനോടൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC എന്നല്ല ചേർക്കുന്നത്, അതിന് പകരം BNS സെക്ഷൻ ഇത്ര എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞിരുന്നത് IPC സെക്ഷൻ എന്ന് പറഞ്ഞിരുന്നതിന് പകരം ഇപ്പോൾ പറയുന്നത് BNS സെക്ഷൻ എന്നാണ്. അപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 80 മുതൽ 87 വരെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ഒഫൻസുകളെ കുറിച്ച് പറയുന്നത്, ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ്. അതിൽ സെക്ഷൻ 80 ഡൗറി ഡെത്ത്, 81 വിവാഹം കഴിച്ചതായി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക, 82 ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുക, 83 തെറ്റായ രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ നടത്തി ഒരു സ്ത്രീയെ പറ്റിക്കുക അല്ലെങ്കിൽ ചതിക്കുക, 84 വിവാഹിതയായ സ്ത്രീയെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി തടഞ്ഞു വയ്ക്കുക, 85 ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീയോട് ക്രൂരമായി പെരുമാറുക. ഈ സെക്ഷൻ 85 എന്ന് പറയുന്നത് പഴയ IPCയിലുണ്ടായ 498A 498A സ്ത്രീധന പീഡന നിയമമാണ്. വളരെ വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സെക്ഷനാണ് 498A. അതിൻ്റെ പുതിയ രൂപമാണ് സെക്ഷൻ 85. സെക്ഷൻ 87 തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് ഒരു സ്ത്രീയുമായി വിവാഹം നടത്തുക. അപ്പോൾ ഇത്തരം സംഗതികളാണ് വിവാഹവുമായി ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് എന്ന ഹെഡിൽ പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യം നമുക്ക് ഡൗറി ഡെത്ത് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 80 ആണ് ഡൗറി ഡെത്തിനകത്ത് പറയുന്നത്. അതിൽ ഒരു ഡെത്താണ് ഡൗറി ഡെത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെത്ത് നടന്നിരിക്കണം. ആ ഡെത്ത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു തീപ്പൊള്ളലിലൂടെ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയിലൂടെ, ഒരു മുറിവിലൂടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവിക മരണം, അൺനാച്ചുറൽ ഡെത്ത്. തൂങ്ങി മരണമാകാം, അതായത് ആത്മഹത്യയാകാം, അല്ലെങ്കിൽ അസ്വാഭാവികമായി സംഭവിക്കുന്ന മരണമാകാം. അതെന്ത് തരത്തിലായാലും ഒരു അസ്വാഭാവിക മരണം സംഭവിക്കണം. അത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകമായിരിക്കണം അത് നടക്കേണ്ടത്. അങ്ങനെ നടക്കുന്ന മരണങ്ങളെ, ഒരു വിവാഹിതയായ സ്ത്രീക്ക് നടക്കുന്ന മരണങ്ങളെ ഭർത്താവോ ഭർത്തൃ വീട്ടുകാരോ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചത് മൂലമാണ് നടന്നത് എന്ന് കണക്കാക്കുകയും അത് സ്ത്രീധന പീഡനം മൂലമുള്ള മരണത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം കുറ്റങ്ങൾക്ക് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമായാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതികളായി വരുന്നത് ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളുമാണ് എന്നതാണ് പ്രത്യേകത. അടുത്ത സെക്ഷൻ 81 മുമ്പ് സൂചിപ്പിച്ച കോഹാബിറ്റേഷൻ കോസ്ഡ് ബൈ മാൻ ഡിസീറ്റ്ഫുള്ളി ഇൻഡ്യൂസിങ് ബിലീഫ് ഓഫ് ലോഫുൾ മാരേജ്. നിയമപരമായി വിവാഹം കഴിച്ചു എന്ന് ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് എന്നാൽ നിയമപരമായ വിവാഹം കഴിക്കാതിരിക്കുകയും ചെയ്ത് ഒരു ചതിവിലൂടെ അല്ലെങ്കിൽ വഞ്ചനയിലൂടെ ആ സ്ത്രീയോടൊപ്പം താമസിക്കുക അല്ലെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുക. ഇതിൽ ഒരു വിവാഹം നടന്നതായി അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹം നടന്നിട്ടില്ല എന്നുള്ളത് ഈ ആളിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് അങ്ങനെ ഒരു ചതിവിലൂടെയും ഒരു വഞ്ചനയിലൂടെയും ആയിരിക്കണം ഈ പ്രോസസ്സ് നടക്കേണ്ടത്. ആ നടന്ന പ്രോസസ്സിലൂടെ അവരുമായിട്ട് ഒരുമിച്ച് താമസിക്കുകയും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ ഒഫൻസ് വരുന്നത്. സെക്ഷൻ 81 ആണ്. 10 വർഷം വരെയാണ് ഇതിന് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 82 രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. അഡൾട്ടറി അഥവാ പോളിഗാമി അഥവാ പോളിയാൻഡ്രി എന്ന ഗണത്തിൽപ്പെടുന്ന രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനാണ് ഈ പറയുന്ന രണ്ടാം വിവാഹത്തിൻ്റെ ഗണത്തിലേക്ക് സെക്ഷൻ 82 പ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ടാം വിവാഹം കഴിക്കുന്നവർക്ക് 7 വർഷം വരെയാണ്
ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ രണ്ടാം വിവാഹം കഴിക്കുന്നയാൾ തൻ്റെ പുതിയ പാർട്ട്ണറിൽ നിന്നും ആദ്യ വിവാഹത്തിൻ്റെ സംഗതി മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെങ്കിൽ അത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമായും കണക്കാക്കിയിരിക്കുന്നു. സെക്ഷൻ 83 തെറ്റായ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള വിവാഹം നടത്തുക. അതാണ് സെക്ഷൻ 83. അത് സെക്ഷൻ 81 റിലേറ്റഡ് ആണ്. സെക്ഷൻ 81 നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള ഒരു വിവാഹം നടന്നതായി തൻ്റെ പാർട്ട്ണറെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരോടൊപ്പം താമസിക്കുകയോ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോഴാണ് സെക്ഷൻ 81 വരുന്നത്. എന്നാൽ സെക്ഷൻ 83 അത്തരത്തിലുള്ള ഒരു മാരേജ് നടന്നാൽ മതി. തെറ്റായ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള ഒരു വിവാഹമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വിവാഹം നടത്തുക. അവിടെ കോഹാബിറ്റേഷനോ ഇൻ്റർകോഴ്സോ ആവശ്യമില്ല. അങ്ങനെ നടന്നാൽ തന്നെ ഒരാളുമായി പാർട്ട്ണറുമായി അറിഞ്ഞുകൊണ്ട് ഇത് നിയമപരമായ വിവാഹമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണറുമായി നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള വിവാഹം നടത്തി അവരെ ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക. അങ്ങനെ ചെയ്താൽ അത് സെക്ഷൻ 83 പരിധിയിൽ വരും. അപ്പോൾ ഒരു ഡിസോണസ്റ്റ് ആയിട്ടോ ഒരു ഫ്രോഡായിട്ടോ ഉള്ള ഒരു വിവാഹം നടത്തുക. ഇപ്പോൾ ഡിസോണസ്റ്റ് ഇൻറ്റൻഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രോഡിൻ്റെ മീൻസിലൂടെയോ ഒരു വിവാഹം നടത്തുക. എന്നിട്ട് അവരെ അത് നിയമപരമായ വിവാഹമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. എന്നാൽ നിയമപരമായ വിവാഹം നടത്താതിരിക്കുക. ഇത് നിയമപരമായ വിവാഹമല്ല എന്ന് ഈ നടത്തുന്നയാൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരം ഒഫൻസുകൾ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെക്ഷൻ 84 വിവാഹിതയായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുക. അത് മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ ആരെങ്കിലുമായി തെറ്റായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോവുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ സെക്ഷൻ 84 പറയുന്ന ഒഫൻസ് വരുന്നത്. അതിന് 2 വർഷം വരെയാണ് ശിക്ഷ കിട്ടുന്നത്. ഇതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് ബോധ്യം വന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം. ബോധ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ആ സ്ത്രീയെ തട്ടിക്കൊണ്ട് പോകേണ്ടത്. പിന്നൊന്ന് ഇവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത് അയാളുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടോ ഒരു ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക എന്നുള്ളതായിരിക്കണം അവരുടെ ഉദ്ദേശം. അടുത്ത 85 പറയുന്നത് ഭർത്താവോ ബന്ധുക്കളോ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക. അതാണ് സെക്ഷൻ 85 പരിധിയിൽ വരുന്നത്. ഭർത്താവോ ബന്ധുക്കളോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് വരുന്ന ഒരു ഒഫൻസിനെയാണ് ഇത് 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. ഇതിന് ഒരു ഗ്രേവ് ഇഞ്ചുറി ഉണ്ടായിരിക്കണം, ഡേഞ്ചർ ടു ലൈഫ്, ജീവിതത്തിനോ അല്ലെങ്കിൽ തൻ്റെ ജീവന് തന്നെ അപായം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യത്തിന് മാനസികമോ ശാരീരികമോ ആയ പീഡനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയ്ക്ക് തള്ളിവിടത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് ഈ പീഡനത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത്. അതുകൂടാതെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളോടോ കൂടുതൽ പണമോ സ്വത്തോ ആവശ്യപ്പെടുക, അവർ അത് ചെയ്യാതിരിക്കുക, മെറ്റീരിയലൈസ് ചെയ്യാതിരിക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുക, ഇത്തരം സംഗതികളൊക്കെയാണ് ഈ സെക്ഷൻ 85 പറയുന്ന പീഡനത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 85 പറയുന്ന ഈ പീഡനം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച 498A ഒരു പരിധിയിൽ വരുന്നതാണ്. അത് പഴയ IPCയിൽ 498A ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതാണ് ഇപ്പോൾ സെക്ഷൻ 85 പെടുത്തിയിരിക്കുന്നത്. സ്ത്രീധന പീഡന നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ് ഈ ഓഫൻസ്. അടുത്തത് 87, സെക്ഷൻ 87 തട്ടിക്കൊണ്ടുപോയി വിവാഹം നടത്തുക. ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരാളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുവാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നിർബന്ധിക്കുക, പ്രേരിപ്പിക്കുക, അതിനുവേണ്ടി ആരുടെയെങ്കിലും ഒരാളുടെ അതോറിറ്റി അഥവാ പൊസിഷൻ ഉപയോഗിക്കുക. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ സെക്ഷൻ 87 വരുന്നതാണ്. അതിന് 10 വർഷം വരെയാണ് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭാരതീയ ന്യായസംഹിത പ്രകാരം ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജിൽ പറയുന്നത്. സെക്ഷൻ 80 മുതൽ 87 വരെ. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.